അമ്പയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ. അമ്പ എന്ന് പറയുന്ന ലേഖനത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ ഇത്രയും മാരാരി ശിഖണ്ഡിയായി വളർന്ന ഭാരതയുദ്ധത്തിൽ ഭീഷ്മരെ വധിച്ചത് എന്ന് പറയുന്ന ഭാഗം വരെ മാരാര് അതിൻ്റെ വിശദീകരണമാണ് തരുന്നത്. ഇനിയാണ് മാരാര് എന്തുകൊണ്ടാണ് അമ്പോപാഖ്യാനം നിർവഹിച്ചിരിക്കുന്നത് എന്ന് വ്യാസൻ എന്ന് മാരാരുടെ കാഴ്ചപ്പാടിലൂടെ വിശദീകരിക്കുന്നത് കേട്ടോ. അവിടെയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ അതിനകത്ത് വരുന്നത്. പരശുരാമൻ തൻ്റെ പ്രതികാര ക്രൂരമായ ക്ഷാത്ര ജീവിതത്തിന് ശേഷം, പരശുരാമൻ്റെ ജീവിതം 21 വട്ടം ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയതിന് ശേഷം സർവസ്വവും ത്യജിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ ചെന്ന് ആഴ്ചയിൽ ഒരു ദിവസം അഷ്ടമി ചതുർദശി തിഥികളിൽ തീർത്ഥയാത്രക്കാർക്ക് ദർശനം നൽകുക എന്നതൊഴികെ മറ്റെപ്പോഴും ഏതോ നിഗൂഢതയിൽ തപസ് ചെയ്തരുളുന്ന ഒരു മഹാതപസ്സിയായിരുന്നു പരശുരാമൻ. ആലോചിച്ച് നോക്കി, ഒരു ദിവസമൊക്കെയാണ് അദ്ദേഹം നാട്ടുകാർ തന്നെ കണ്ടിരുന്നത്, ദർശനം കൊടുത്തിരുന്നത്. അത്രയും കഠിനമായ തപസ്സാണ് അദ്ദേഹം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത്. സന്യാസി, മഹാസന്യാസി. അത്രയും ലോകാതീതനായിരുന്ന ആ വീരൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ലോകരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ പൂർവ്വപ്രതിജ്ഞയുടെ സാരാർത്ഥത്തെ അവഗണിച്ച്, തൻ്റെ പ്രതിജ്ഞയെല്ലാം മറന്ന് വേണ്ടാത്ത വാശി പിടിച്ച് മാനഹാനി കൈവരിച്ചത്? അമ്പ തങ്ങൾ ശരണാർത്ഥയാണ്, സ്ത്രീയാണ്, സ്വന്തം സുഹൃത്തിൻ്റെ പേരക്കുട്ടിയാണ്, എല്ലാം കൊണ്ടും തൻ്റെ സഹായം അർഹിക്കുന്നവൾ തന്നെ. ഒരു സംശയവുമില്ല, സഹായിക്കേണ്ടുന്നത് ആവശ്യമാണ്. പക്ഷേ ആ വിധം അനാഥയായ ഒരുവളെ സഹായിക്കേണ്ടത് യോഗ്യനായൊരു ഭർത്താവിനെ നേടിക്കൊടുത്ത് അവളെ ശ്രേയോമാർഗത്തിലേക്ക് തിരിച്ചു വിട്ടിട്ടോ, അവളുടെ വെറും ഒരു പ്രതികാരേച്ഛ നിറവേറ്റി കൊടുത്തിട്ടോ? അത് നിറവേറ്റാതിരുന്നുവെങ്കിൽ തന്നെ അത്രയും തീവ്രാഭിനിവേശക്കാരിയായ അവളെ പിന്നെ മറ്റാരാനും ഭാര്യയായി എടുപ്പാൻ ധൈര്യപ്പെടുമോ എന്ന് സംശയമാകിയാൽ അത് അവളുടെ ശ്രേയസ്സിന് ഒരു ദുസ്തര പ്രതിബന്ധമായേ തീരുമായിരുന്നുള്ളൂ താനും. ദുസ്തരം എന്ന് പറഞ്ഞാൽ ദുസ്സഹമായൊരു പ്രതിബന്ധം. ഇത്രയും വലിയ പ്രതികാരദാഹിയായ ഒരുവളെ ആര് വിവാഹം കഴിക്കാൻ തയ്യാറാവും? അപ്പോൾ അവളുടെ വിവാഹം എന്ന് പറയുന്നതും അവളുടെ പിന്നീടുള്ള ജീവിതം എന്ന് പറയുന്നത് ദുസ്സഹമായി തീരും എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവളെ ശ്രേയോമാർഗത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത് ഭാർഗവരാമൻ? അതും ഈ മഹാസന്യാസി ഒരിക്കൽ മാത്രം ആളുകൾക്ക് ദർശനം കൊടുത്ത് ഏകാന്തതയിൽ വസിക്കുന്ന, താൻ ഇതുവരെ ചെയ്ത ക്ഷത്രിയ നിഗ്രഹമെല്ലാം പാപമാണ് എന്ന് കരുതി ജീവിക്കുന്ന ഒരു സന്യാസി അതല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് മാരാര് ചോദിക്കുന്നത്. കൂടാതെ ഈ ആകൃതവർണ്ണനും പരശുരാമനും അനർഹമായി ഇടപെട്ടതുകൊണ്ടാണ് അമ്പ ഭീഷ്മരുടെ നേർക്കുള്ള ഒരു വെറും പ്രതികാരമൂർത്തിയായി മാറിയത്. ഈ രണ്ട് സന്യാസിമാർ കൂടിയാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ഒരു പ്രതികാര ദുർഗയാക്കി മാറ്റിയത് എന്നാണ്. അതിനു മുമ്പ് അവളുടെ ഹൃദയത്തിൽ ആ പ്രതികാര ഇച്ഛയ്ക്ക് അത്ര വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ആകൃതവർണ്ണാദികളുടെ നീതിബോധത്തിനൊത്തവണ്ണം തൻ്റെ ആവലാതി തീർത്ത് കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂവല്ലോ. അവൾക്ക് അവളെ നേർവഴിക്ക് തിരിക്കുക എളുപ്പമായിരുന്നു. ഈ പ്രതികാര ദുർഗയാക്കി മാറ്റുക എന്നുള്ളതല്ലല്ലോ സന്യാസിമാരുടെ വഴി. അവളെ ശാന്തശീലയായി നേർവഴിക്ക് നയിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു എന്നാണ്. എന്നിട്ടും ഈ നീതിജ്ഞരായ തപസ്വിമാർക്ക് അവളെ ശ്രേയോമാർഗത്തിലേക്ക് തിരിച്ചുവിടുവാൻ തോന്നാത്തത് എന്തേ? ഇവർക്ക് എന്തുകൊണ്ടാണ് അത് തോന്നാത്തത്? രാമൻ എപ്പോൾ ആ കാര്യാകാര്യ വിവേകം ഇല്ലാതായിപ്പോയത് എന്തുകൊണ്ട്? ഇത്രയും വലിയൊരു സന്യാസിക്ക് കാര്യവും അകാര്യവും തിരിച്ചറിയാൻ വയ്യാതായിപ്പോയത് എന്തുകൊണ്ട്? എന്താണ് അദ്ദേഹത്തെ ആ ഉൽപ്പതത്തിൽ കൊണ്ടുചെന്ന് ചാടിച്ചത്? ഈ അന്യായത്തിൽ, ഈ വീഴ്ചയിൽ അദ്ദേഹത്തെ കൊണ്ടുചെന്ന് ചാടിച്ചത് എന്തായിരിക്കാം? എന്തുകൊണ്ടാണ് ഭാർഗവരാമൻ? അതാണ് അമ്പോപാഖ്യാനം എന്ന് പറയുന്ന ഉപനിഷത്തിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. അതാണ് എന്തുകൊണ്ടാണ് ഭാർഗവരാമൻ ഇങ്ങനെ ചാടി പുറപ്പെട്ടത്, ചാടി അവളുടെ കാര്യത്തിൽ ഇടപെട്ടത്? എന്തുകൊണ്ട് അവളെ ശ്രേയോമാർഗത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കാതെ, ശാന്തശീലയാക്കാൻ ശ്രമിക്കാതെ അവളെ വീണ്ടും വീണ്ടും പ്രതികാര ദുർഗയാക്കി മാറ്റിയത് എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ എന്ത് തരത്തിലുള്ള വികാരമാണ് അതിന് പ്രേരിതമായത്? അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പോപാഖ്യാനം വ്യാസൻ നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ വ്യാഖ്യാനിക്കുന്നത്. അതാണ് ഇനി വിശദീകരിക്കുന്നത്. ഐതിഹാസിക ലോകത്തിലെ അവലേപശാലികളായ തപസ്വിമാരിൽ ഒരാളാണ് ഭാർഗവരാമൻ എന്നത് വാസ്തവം തന്നെ. അവലേപം എന്ന് പറഞ്ഞാൽ ഗർവം എന്നാണ് അർത്ഥം. ഏറ്റവും കൂടുതൽ ഗർവമുള്ള സന്യാസിമാരിൽ ഒരാളാണ് ഭാർഗവരാമൻ. താൻ പോരിമ, തന്നെ വെച്ചിട്ട് ആരുമില്ല എന്നൊക്കെയുള്ള ചിന്ത. തനി ബ്രാഹ്മണരേക്കാൾ ബ്രാഹ്മണ്യാവലേപം കൂടും അല്ലോ ശരിക്കും പാതിബ്രാഹ്മണന്. കാരണം പാതിബ്രാഹ്മണനാണ്
ഭാർഗവരാമൻ. അമ്മ ക്ഷത്രിയ സ്ത്രീയും അച്ഛൻ ജമദഗ്നി മഹർഷി സന്യാസിയുമാണല്ലോ. അപ്പോൾ രാമൻ യുദ്ധത്തിനൊന്നും മിനക്കെടാതെ ഭീഷ്മരെ ശപിച്ച് നശിപ്പിക്കാമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിന് വരുന്ന ഭീഷ്മരെ തൻ്റെ ഗുരുവായ രാമനെ വന്ന് വന്ദിക്കുന്നുണ്ട്. അപ്പോൾ അഭിവാദ്യം ചെയ്തപ്പോൾ ഗുരു പറയുന്നുണ്ട്, ഇത് ധർമ്മമാണ്, നീ ഇത് ചെയ്തിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ച് നശിപ്പിച്ചേനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഭാർഗവരാമന് ഭീഷ്മർ തെറ്റുകാരനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭീഷ്മരെ ശപിച്ച് നശിപ്പിക്കാമായിരുന്നല്ലോ, ഈ യുദ്ധത്തിനൊന്നും പുറപ്പെടണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്തില്ല. അപ്പോൾ ഭീഷ്മർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഭാർഗവരാമന് നല്ല ഉറപ്പുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശപിക്കാൻ പുറപ്പെടാത്തത്. കാരണം തനിക്ക് ശപിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തന്നെ വന്ദിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ എന്നാണ് പറയുന്നത്. എന്നിരിക്കെ ഇവിടെ രാമന് പിടഞ്ഞ മാനസിക രോഗം എന്തായിരുന്നു? കണ്ടോ, മാരാര് പറയാണ് രാമന് പിടഞ്ഞ മാനസിക രോഗം എന്തായിരുന്നു എന്നാണ്. മുമ്പ് ഉദ്ധരിച്ച 2 ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി നോക്കിയാൽ തസ്യച്ഛ ദൃഷ്ടാരൂപം ച, ഇവിടെ രാമൻ ചിന്താകുലനായതും ഇവൾ എന്തു പറയാൻ പോകുന്നു എന്ന് ഉത്കണ്ഠ പൂണ്ടതിനും അത് കേൾക്കും മുമ്പേ അലിവിലാണ്ടതിനുമെല്ലാം കാരണമായി നിർദ്ദേശിച്ചത് വ്യാസൻ പറഞ്ഞിരിക്കുന്നത് രൂപയൗവന സൗകുമാര്യങ്ങളെയാണല്ലോ. അവയാകട്ടെ ഒരു പുരുഷന് സാക്ഷാത്തായി ഉണ്ടായിരിക്കുന്ന ചിത്തവൃത്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഒരു സ്ത്രീയുടെ രൂപവും യൗവനവും ഒക്കെ ഒരു പുരുഷനിലുണ്ടാക്കുന്ന ചിത്തവൃത്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ ചിത്തവൃത്തിക്ക് ഏറെക്കാലമായി ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് തപസ്സനുഷ്ഠിച്ച് വന്ന ഒരു ഋഷിയിൽ നേരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പഴുത് കിട്ടിയില്ലെന്നും നിസ്സംശയം. എന്നിട്ടും ആ അനാഘ്രാത കുസുമത്തിൻ്റെ പരിമളോദ്ഗാരത്തെ അവിടെ ഉദ്ദീപനഭാവമായി എടുത്തു പറഞ്ഞതിലെ ഗൂഢാശയം ആ പഴുതടഞ്ഞു കിടക്കുന്ന ചിത്തവൃത്തി തന്നെയാണ്. അപ്പോൾ വ്യാസൻ ആ സൗന്ദര്യത്തെക്കുറിച്ച്, അവിടെ ഭാർഗവരാമനിൽ ഇത്തരത്തിലുള്ള ചിത്തവൃത്തി ഉണർന്നതായൊന്നും പറയുന്നില്ല, പക്ഷേ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വ്യാസൻ ഉദ്ദേശിക്കുന്നത് ഈ സൗന്ദര്യം പുരുഷന്മാരിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിത്തവൃത്തിയെക്കുറിച്ച് ഉള്ള സൂചന നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ രാമനിൽ ചിന്തോത്കണ്ഠാകൃപങ്ങളായി കൃപകളായി രൂപപ്പെട്ടു വന്നതെന്തെന്നും അങ്ങനെയുണ്ടായ വികാര വൈകൃതമാണ് അദ്ദേഹത്തെ ഉൽപ്പദത്തിലേക്ക് തിരിച്ചുവിട്ടതെന്നുമല്ലേ. അങ്ങനെ തന്നെയാണെന്ന് പിന്നീട് രാമൻ്റെ തൻ്റെ ക്ഷത്രിയാന്തകത്വത്തെപ്പറ്റി വീമ്പു പറഞ്ഞതിന് ഭീഷ്മർ കൊടുത്ത മറുപടി സൂചിപ്പിക്കുന്നു. അന്ന് അങ്ങയുടെ യുദ്ധദർപ്പത്തെയും കാമത്തെയും തീർത്തു തരുവാൻ ഒരു ഭീഷ്മനെ പോലുള്ളൊരു ക്ഷത്രിയനോ ഉണ്ടാവാതെ പോയി എന്ന്. അതായത് ഈ ഭാർഗവരാമൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാമചിന്തയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചിത്തവൃത്തിയെക്കുറിച്ചും ആ വൈകൃതത്തെക്കുറിച്ചും തിരിച്ചറിഞ്ഞിട്ടാണ് ഭീഷ്മർ ഇങ്ങനെ, രാമൻ പറയുകയാണ്, ഞാൻ 21 വട്ടം ക്ഷത്രിയരെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ വീമ്പ് പറച്ചിൽ തുടങ്ങിയപ്പോൾ ഭീഷ്മർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് അങ്ങയുടെ യുദ്ധദർപ്പത്തെയും കാമത്തെയും തീർത്തു തരുവാൻ ഒരു ഭീഷ്മനെ പോലുള്ളൊരു ക്ഷത്രിയനോ ഉണ്ടാവാതെ പോയി എന്നാണ്. ആദ്യം ആ പുണ്യാശ്രമത്തിലെ തപസ്സിമാർ ഇത്ര സുന്ദരിയായ ഒരു രാജകുമാരി അവിടെ തപസ് ചെയ്ത് കൂടുന്നത് നല്ലതിനല്ലെന്ന് കരുതി ഈ പ്രസ്താവം ആശയത്തിൻ്റെ അവതാരികയത്രേ. സന്യാസിമാർ ഇത്രയും വലിയ മനസ്സിന് വലിയ സംയമനം പാലിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംയമനം നേടിയിട്ടുള്ള സന്യാസിമാർ ഈ സുന്ദരിയായ സ്ത്രീ ഇവിടെ തപസ് ചെയ്ത തങ്ങൾക്ക് ആപത്താണെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് എന്താണുള്ളത്? അവിടെ അതൊരു അവതാരികയാണ്. കാരണം ഈ സുന്ദരിയായ സ്ത്രീ ഇവിടെ തപസ് ചെയ്താൽ തങ്ങളുടെ തപസ്സിനുണ്ടാകുന്ന ഭ്രംശത്തെക്കുറിച്ച്, തങ്ങളുടെ ചിത്തവൃത്തിക്കുണ്ടാകുന്ന വൈകൃതങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു സൂചനയാണ്. അതാണ് രാമനിലേക്ക് പകർന്നു കൊടുത്തത് വ്യാസൻ എന്നാണ് മാരാർ വിശദീകരിക്കുന്നത്. അടുത്ത ഭാഗം വളരെ പ്രധാനമാണ്. സ്ത്രീത്വത്തോട് കൃപോദാരമായി പെരുമാറുക എന്നത് പരിഷ്കൃത സമുദായങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു ആചാരമാണ്. എന്നാൽ നാം ഓരോരിക്കൽ അത് അനുസരിക്കുമ്പോഴും അതിൻ്റെ അടിയിൽ ആ ശ്രേഷ്ഠ സംസ്കാരത്തിന് പുറമേ മറ്റു വല്ലതും ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടതാണ്. അതായത് സ്ത്രീത്വത്തോട് കൃപോദാരമായി പെരുമാറുക എന്നുള്ളത് പരിഷ്കൃത സമൂഹം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ കൃപോദാരതയുടെ അടിയിൽ മറ്റു വല്ലതും ഉണ്ടോ, എന്തെങ്കിലും മാനസിക വൈകൃതം ഉണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച് അതിനെ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും? നമുക്ക് പലപ്പോഴും ഈ രാമന് പറ്റിയ അബദ്ധം പിണയാറുമുണ്ട്.
എന്നാണ് പറയുന്നത്. ഇതുപോലെ ഭീഷ്മർ ചെയ്ത കന്യാഹരണത്തെ പറ്റിയും പറഞ്ഞുകൊണ്ട് ഭീഷ്മർ ഈ 3 കന്യകമാരെ പിടിച്ച് കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഭീഷ്മർ തൻ്റെ വീര്യം പ്രകടിപ്പിക്കുകയാണ്. തൻ്റെ അദ്ദേഹത്തിന് അനിയന്ത്രിതമായ വികാരത്തെ വീര്യ രൂപത്തിൽ പ്രകടിപ്പിക്കുകയാണ് എന്ന് മാരാർ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്നിട്ട് അദ്ദേഹം പറയുന്നു, ചിത്തവൃത്തി നിരോധം ചെയ്ത യോഗികളെ പോലും ചില ചിത്തവൃത്തികൾ കണ്ടാലറിയാത്ത രൂപാന്തരങ്ങളിലൂടെ ദുർമാർഗത്തിലേക്ക് വലിച്ചിഴയ്ക്കാമെന്ന് കാണിക്കുകയാവണം ഈ അംബോപാഖ്യാനത്തിലെ ഉപനിഷത്ത്. നമ്മളെ പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്ന സാധനം അതാണ്. വ്യാസൻ എന്തിനിത് പറഞ്ഞു? ചിത്തവൃത്തി നിരോധം ചെയ്ത സന്യാസിമാരെ ഒരിക്കൽ മാത്രം പൊതുജനത്തെ കാണുന്ന ആൾക്കാർക്ക് ദർശനം കൊടുക്കുന്ന മഹാസന്യാസിയായ പരശുരാമൻ പോലും അംബയുടെ രൂപലാവണ്യത്താൽ ഒരു നിമിഷം കൃപ കൊണ്ടാണ് എന്നുള്ള ഭാവേന തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ വൈകൃതത്തെ ആണ് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ചിത്തവൃത്തി നിരോധം ചെയ്ത അല്ലെങ്കിൽ ഈ പ്രതിജ്ഞ മറന്ന് ഭീഷ്മരുടെ അതിശക്തിയെക്കുറിച്ച് ചിന്തിക്കാതെ താൻ ഇനി ഒരിക്കലും ആയുധമെടുക്കില്ല എന്നുള്ള പ്രതിജ്ഞയും മറന്ന് ഈ പെൺകുട്ടിയെ ശ്രേയോമാർഗത്തിലേക്ക് നടത്തണമെന്നുള്ള ചിന്ത മറന്ന് അവളുടെ രൂപസൗകുമാര്യങ്ങളിൽ മാത്രം ആകൃഷ്ടനായി എടുത്തു ചാടേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. അതിൻ്റെ സൂചനകൾ വ്യാസൻ വെച്ചിട്ടുണ്ട് എന്നാണ് മാരാരുടെ വിശദീകരണം. ഭീഷ്മരുടെ വീരത്വവും സാല്വൻ്റെ ഭീരുത്വവും അംബയുടെ പ്രതികാരേച്ഛയും മറ്റും അതിന് രംഗസംവിധാനം മാത്രം. ഇവയൊക്കെ മറ്റ് കവികൾക്കും ചിത്രീകരിപ്പാൻ കിട്ടും. ഒരു ഋഷിയുടെ മനസ്സിലുള്ള ആ ഗൂഢസത്യത്തെ ചിത്രീകരിപ്പാനാകട്ടെ ഋഷി കവികൾക്ക് മാത്രമേ തോന്നൂ, അവർക്കേ സാധിക്കുകയും ചെയ്യും. വ്യാസനല്ലാതെ ആരാണിത് പറയാൻ യോഗ്യൻ? വ്യാസനും ഒരു മഹർഷിയാണല്ലോ. ഒരു ഋഷിയുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ചിന്തകളെയും വൈകൃതങ്ങളെയും കുറിച്ച് പറയാൻ ഒരു ഋഷി കവിക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും എന്നാണ് മാരാർ ചോദിക്കുന്നത്. സത്യമല്ലേ? ഒരു ഋഷിക്ക് മാത്രമേ, ഒരു ഋഷി കവിക്ക് മാത്രമേ ഋഷികളുടെ ഉള്ളിലുള്ള ചിന്തകളെയും വൈകൃതത്തെയും കുറിച്ച് പറയാൻ പറ്റൂ. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ തന്നെ ആയിരിക്കുമോ പരശുരാമനെ നമ്മുടെ 7 ചിരഞ്ജീവികളിൽ ഒരാളാക്കി ഉയർത്തിയത്? അറിയാമല്ലോ, ചിരഞ്ജീവി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വ്യത്യസ്ത തരം വികാരങ്ങൾ ഒരിക്കലും അടക്കാൻ പറ്റാത്ത, ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത വ്യത്യസ്ത തരം വികാരങ്ങളാണ് ചിരഞ്ജീവികളായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. വർഗാഭിമാനിയായി ഈ ചിരഞ്ജീവിയുടെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ആയിരിക്കുമോ കേരളത്തിന് ഈ ബ്രാഹ്മണ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒടുങ്ങാത്ത ഒരു സ്നേഹമാണല്ലോ ക്ഷത്രിയരെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള കാരണം. വർഗാഭിമാനത്തിന് മറ്റെങ്ങുമില്ലാത്തത്ര മുഷ്കരത കേരളത്തിലുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഹിംസയുടെ പ്രതീകമായ മഴു വലിച്ചെറിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം കേരളം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വംശാഭിമാനത്തിന് അല്ലെങ്കിൽ വർഗാഭിമാനത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന പരശുരാമൻ്റെ മഴു വീണുണ്ടായ പ്രദേശമായതുകൊണ്ടായിരിക്കുമോ ഈ കേരളത്തിൽ ഇത്രയേറെ വർഗാഭിമാനത്തിന് മുഷ്കരതയുണ്ടായത് എന്നാണ് മാരാർ സംശയിക്കുന്നത്. അതിവിടെ പല കാലമായി പലരാലും എതിർക്കപ്പെട്ടിട്ടും വേരറ്റു പോവുകയല്ല, രൂപാന്തരം പൂണ്ട ചിരഞ്ജീവിയാകാൻ നോക്കുകയാണല്ലോ എന്നാണ്. ഈ വർഗാഭിമാനം ചിരഞ്ജീവിയായി നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുകയാണല്ലോ. ഇത്ര കാലിക പ്രസക്തമാണ് ലേഖനം. നോക്കൂ, ഭാർഗവരാമൻ ഉണ്ടാക്കിയ ഈ ഭൂമിയിൽ, ഈ കേരളത്തിലെ വർഗാഭിമാനത്തിൻ്റെ മുഷ്കരതയും എത്രയൊക്കെ കാലമായിട്ട്, എത്ര നവോത്ഥാനം, എത്ര ചിന്തകൾ, എത്ര വിപ്ലവങ്ങൾ, എന്നിട്ടും രൂപാന്തരം പൂണ്ട് ചിരഞ്ജീവിയാകാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ വർഗാഭിമാനം ഭാർഗവരാമൻ സൃഷ്ടിച്ച ഈ ഭൂമിയിൽ അത് സ്വാഭാവികമാണ് എന്നാണ് മാരാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. ചോദ്യം ഒരിക്കൽ കൂടെ പറയാം. അംബയുടെ കഥയ്ക്ക് മാരാർ നൽകുന്ന പൊരുളെന്ത്? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അംബയോടുള്ള പരശുരാമൻ്റെ പ്രവൃത്തിക്ക് മാരാർ നൽകുന്ന വ്യാഖ്യാനമെന്ത്? അംബയിൽ കുട്ടിക്കൃഷ്ണ മാരാർ മാനസികാപഗ്രഥനമാണോ നടത്തുന്നത്? അടുത്ത ലേഖനം കർണൻ്റെ അരങ്ങേറ്റമാണ്. അത് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ.